ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ബഹ്റിൻ പ്രമേയം. ലോകരാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന ആഹ്വാനവുമായി GCC രാജ്യങ്ങൾ 40 രാജ്യങ്ങൾ യോഗം ചേർന്നു. ഇറാന്റെ നടപടികൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ ബന്ദിയാക്കിയെന്ന് ബ്രിട്ടൻ. ഇന്ത്യയുടെ നിലപാട് കൂടി ഉൾപ്പെടുത്തി പ്രമേയം. കരയുദ്ധത്തിന് സജ്ജമായി ഇറാൻ. തയ്യാറെടുക്കാൻ ജനങ്ങൾക്ക് നിർദ്ദേശം. 70 ലക്ഷത്തോളം ജനങ്ങൾ പോരാട്ടത്തിനായി സജ്ജമായി കഴിഞ്ഞുവെന്ന് രാജ്യം. ഇറാനിലെ ഏറ്റവും വലിയ പാലം തകർത്ത അമേരിക്ക. ദൃശ്യങ്ങൾ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച് ട്രംപ്. USS ജെറാൾഡ് ഫോർഡ് വീണ്ടും പശ്ചിമേഷ്യയിൽ. ദുബായ് പള്ളികളിൽ വിശുദ്ധവാര പ്രാർത്ഥനയില്ല. സുരക്ഷ മുഖ്യമെന്ന ദുബായ് അധികൃതർ. പള്ളികളിൽ വിശുദ്ധവാര പ്രാർത്ഥന ഓൺലൈനിൽ. ബഹ്റിനിലെ ആമസോൺ സെന്റർ ആക്രമിച്ചുവെന്ന് ഇറാൻ. മിസൈൽ അയച്ചത് ആമസോണിന്റെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സെന്ററിന് നേരെ. നിഷേധിച്ച് ബഹ്റിൻ. US പോർ വിമാനം തകർത്തുവെന്നും ഇറാന്റെ അവകാശവാദം. US-നും ഇസ്രായേലിനും വ്യാപകവും വിനാശകരവുമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ. പീഡാനുഭവ സ്മരണ പുതുക്കി ഇന്ന് ദുഃഖവെള്ളി. പള്ളികളിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് തുടക്കം. ദുബായിലെ പള്ളികളിൽ സുരക്ഷ കണക്കിലെടുത്ത് കുർബാനയില്ല. കേരളം വിധി എഴുതാൻ ഇനി 6 നാൾ. പ്രചാരണം അവസാന ലാപ്പിലേക്ക്. പ്രധാനമന്ത്രി നാളെ കേരളത്തിൽ. തിരുവല്ലയിലും തിരുവനന്തപുരത്തും പ്രചാരണം. പാലക്കാട് രമേശ് പിഷാരടിയെ തടഞ്ഞ സംഭവത്തിൽ BJP പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് പോലീസ്. BJP കൗൺസിലർ സിന്ധു രാജനടക്കം 3 പേർക്കെതിരെ കേസ്. കോൺഗ്രസ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. SDP-യുടെ വോട്ട് സ്വീകരിക്കുന്നത് അവരെ മാനസാന്തരപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ AK ബാലൻ. എല്ലാ വർഗീയ ശക്തികളുടെയും കാര്യത്തിൽ ഇതാണ് നിലപാടെന്നും ബാലൻ ന്യൂസ് 18നോട്. എതിർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ മാനസാന്തരം വരുത്തുന്നതിനും മതനിരപേക്ഷ ബോധം മനസ്സിലേക്ക് എത്തിക്കുന്നതിനും നിരന്തരമായിട്ട് ഞങ്ങൾ ഇടപെടും. അവരെ ഒഴിവാക്കിക്കൊണ്ടല്ല. ബാലനെ പരിഹസിച്ച് MK മുനീർ. ജമാഅത്തെ ഇസ്ലാമിയെ നന്നാക്കിയിട്ട് എന്തായെന്ന് ചോദ്യം. IPL-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ തകർത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഹെൻറിച്ച് ക്ലാസൻ അർദ്ധ സെഞ്ചുറി. ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.